നമസ്കാരം. പതിരും കതിരും. ഗ്രന്ഥം 3 പകർത്തുമ്പോൾ മുഹൂർത്തം മൂത്രമായി വരാം എന്നൊരു ചൊല്ലുണ്ട്. മെഡിക്കൽ കോളേജിലെ മൂത്രോളജി വകുപ്പിന്റെ പ്രശ്നങ്ങൾ മൂത്രാശയ സംബന്ധമാണെങ്കിൽ പിണറായിക്ക് അത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആകാശത്തോളം കെട്ടിപ്പൊക്കിയ തന്റെ ഇമേജിന് പോറൽ പോലും ഏൽക്കാൻ പിണറായി ഒരുക്കമല്ല. അനന്ത വിഹായസിൽ പറക്കുന്ന ഗരുഡനാണല്ലോ ഞാൻ. ഗവൺമെന്റിന്റെ കഴിവില്ലായ്മയെപ്പറ്റി ഒരുത്തനും മിണ്ടിയേക്കരുത്. ഡോക്ടറുടെ സത്യസന്ധതയും ആതുര സേവന തൽപരതയുമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. പാവങ്ങൾ അവരുടെ പച്ചരി ദൈവമായി എന്നെ മാത്രമേ ആരാധിക്കാവൂ. ചിലപ്പോൾ ആശുപത്രികളിൽ യന്ത്രങ്ങളുടെ കുറവൊക്കെ ഉണ്ടായെന്ന് വരും, സ്വാഭാവികം. പോളിടെക്നിക്കിൽ പഠിച്ചിട്ടില്ല എന്ന് കരുതി യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും പിണറായി വിജയനെ ആരും പഠിപ്പിക്കാൻ ചെല്ലരുത്. മെഡിക്കൽ കോളേജുകളിൽ യന്ത്രങ്ങൾക്ക് അങ്ങനെ ക്ഷാമമുള്ളതുകൊണ്ടാണല്ലോ ഉപകരണക്ഷാമം ഒട്ടുമില്ലാത്ത അമേരിക്കയിലേക്ക് ഞാൻ പോകുന്നത്. അവിടെ ഒരു വട്ടം പോയി സകല യന്ത്രങ്ങളിലും കയറിയിറങ്ങി വന്നാൽ പിന്നെ ഒരാണ്ടത്തേക്ക് പോകേണ്ടതില്ല. ആരോഗ്യരംഗം ഇവിടെ പുഷ്ടി പിടിച്ച് മസിലുരുട്ടി നിൽക്കുമ്പോൾ എന്തിനാണ് അമേരിക്കയ്ക്ക് പോകുന്നത് മുഖ്യൻ ചികിത്സയ്ക്കായി എന്ന് ചിലർക്ക് ഒരു സംശയം തോന്നിയേക്കാം. ഇപ്പോൾ കാരണം മനസ്സിലായല്ലോ. ഇവിടെ വിരലിന് പകരം മൂക്കും കാലിന് പകരം നാക്കും കണ്ടിച്ചെന്നിരിക്കും. അവരിൽ ചിലർ ഉപകരണങ്ങളിലൂടെ മുഖ്യനെ കടത്തിവിടുമ്പോൾ ഒരു ഡോക്ടർക്കൊരു സംശയം തോന്നുകയാണ്. അതാ 2 ചങ്കിരിക്കുന്നു. അതൊരു രോഗലക്ഷണമാണെന്ന് കരുതി ഒന്നെങ്ങാനും മുറിച്ചെടുത്താലോ? വീണ ജോർജ് ചോദിച്ചു വാങ്ങുന്ന റിപ്പോർട്ടുകൾ പരസ്പരം കൂട്ടിമുട്ടി ICUവിൽ തീപിടുത്തമുണ്ടായാലോ? ഇതൊക്കെയാണ് നമ്മുടെ മുഖ്യനെ ചികിത്സയ്ക്കായി അമേരിക്കൻ യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ഡോക്ടറുടെ ഈ വെളിപ്പെടുത്തൽ കാരണം സർക്കാർ ആശുപത്രികളിൽ ഔഡി കാറിലെത്തുന്ന സമ്പന്നന്മാരെ ഒന്നും ഇപ്പോൾ കാണാനില്ല. അവരെല്ലാം ഭയചകിതരായി പോയി. വിജയനെയും വീണയെയും അവർ വിശ്വസിച്ചു പോയി. വൃക്കരോഗിയായ ചെറുപ്പക്കാരൻ വേദന കൊണ്ട് പുളഞ്ഞതാണല്ലോ ഡോക്ടർ ഹാരിസിനെ എല്ലാം തുറന്നു പറയാൻ പ്രേരിപ്പിച്ചത്. കേരളത്തിലെ ജനങ്ങൾ പലവിധമായ വേദന കൊണ്ട് പുളയുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കെൽപ്പില്ലാതെ വിദേശയാത്രയ്ക്ക് പോകുന്നതാണ് വിജയന്റെ രീതി. വൃക്കരോഗികൾ വേദനിക്കുമ്പോൾ ഡോക്ടർ ഹാരിസ് ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ആ പയ്യനെ ചികിത്സിച്ച ഫയലിൽ ഒരു പ്രത്യേക കടലാസു തിരികെ വെച്ച് കവി ചിത്രസേനൻ എഴുതിയ പോലെ ഒരു കവിത എഴുതണമായിരുന്നു. വേദനിക്കുമ്പോൾ മനസ്സിലൊരു വേദമന്ത്രമേയുള്ളൂ, അതു നിൻ നാമം പിണറായി വിജയ ലെജൻഡേ. അത് കണ്ട മുഖ്യൻ സന്തോഷിക്കുമായിരുന്നു. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരളത്തിൽ കാരുണ്യത്തെക്കാൾ വില കവിതയ്ക്കാണ് സാർ. അതുകൊണ്ട് അകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്ന് കരുതി അതൊക്കെ നാലാള് കേൾക്ക വിളിച്ചു പറയുന്നവർ സൂക്ഷിച്ചു കൊള്ളണം. സത്യസന്ധന്മാരെ കാണുന്നത് തന്നെ ഈ സർക്കാരിനും പിണറായി വിജയനും ചതുർത്ഥിയാണ്. ഒരു സത്യസന്ധൻ കണ്ണൂർ കളക്ടറേറ്റിൽ ഉണ്ടായിരുന്നു, നവീൻ ബാബു. സത്യസന്ധത കൂടിപ്പോയ തെറ്റിന് പാർട്ടി ശിക്ഷ വിധിച്ചു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇവിടെ ഡോക്ടർ ഹാരിസ് പറയുന്നു എന്റെ പ്രൊഫഷണൽ സൂയിസൈഡ് സംഭവിച്ചു കഴിഞ്ഞു എന്ന്. അല്ല പിണറായി സാറേ, അകത്തുള്ളത് പുറത്തു പറഞ്ഞ ഡോക്ടർ കുറ്റക്കാരനാണെങ്കിൽ സിസ്റ്റത്തിന്റെ തകരാറ് ചൂണ്ടിക്കാട്ടിയ മന്ത്രി വീണ ജോർജിനും കൊടുക്കണ്ടേ ഒരു താക്കീത്? മന്ത്രിയും ഈ സിസ്റ്റം എന്ന് പറയുന്ന സാധനവുമെല്ലാം അങ്ങയുടെ അണ്ടറിലല്ലേ? യാതൊരു പർച്ചേസ് ഓർഡറും പെൻഡിങ്ങിലില്ല എന്നാണ് ഈ വിഷയത്തിൽ പ്രിൻസിപ്പാൾ വന്ന് തട്ടിയിട്ട് പോയത്. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത സാധനം ആകാശമാർഗം ചടപടേന്ന് കൊണ്ടുവന്നത്? ഡോക്ടർ ഹാരിസിന്റെ ഈ തുറന്നു പറച്ചിൽ കേട്ട് അമേരിക്ക ഞെട്ടി, ക്യൂബ വിതുമ്പി, ഇസ്രായേലുകാർ കൊഞ്ഞനം കുത്തി. ഇങ്ങനെയൊക്കെയുള്ള മട്ടിലാണ് പിണറായി വിജയന്റെ സംസാരം. എങ്ങനെ അമേരിക്കയുടെ മുഖത്തിനി നോക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പേടി. വീണ ഇനി എങ്ങനെ ക്യൂബയുമായി അത്താഴം കഴിക്കും? പിണറായി ഭരിക്കുന്ന നാടിൻ്റെ ആരോഗ്യ രംഗത്തെപ്പറ്റി കഴിഞ്ഞ ഉച്ചകോടിയിലും പരാമർശമുണ്ടായിരുന്നു. നരേന്ദ്രമോദിയോട് പല ലോകരാജ്യങ്ങളും ചോദിച്ചു, നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ സ്വല്പം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു കേരളമുണ്ടല്ലേ? എന്തൊരു മാറ്റമാണ് ആ നാട് മാറിയിരിക്കുന്നത്. അത് കേട്ട് മോദിയുടെ തലപ്പൊക്കം അങ്ങ് കൂടി. അങ്ങനെയുള്ള മോദിയോട് ഇനി വിജയൻ എന്തു പറയും? ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കിൽ എന്ന മട്ടിൽ അങ്ങ് ജീവിക്കുകയാണ് മുഖ്യൻ. വാഴ്ത്തുപാട്ടുകാരും തിരുവാതിര സംഘവും അന്തങ്ങളും ക്യാപ്സൂൾ വിഴുങ്ങുകളും ആശ്രിതരും കൂടി അങ്ങ് പുകഴ്ത്തി ഞാനാണ് സ്റ്റേറ്റ് എന്ന ഭാവത്തിൽ വാണരുളുകയാണ് പിണറായി. പുതിയ DGP എത്തിയതോടെ P ജയരാജൻ പഴയ കൂത്തുപറമ്പിനെ ഒന്നോർത്തുപോയി. ആ പാപിക്ക് പശ്ചാത്തപിക്കാൻ ഒരവസരം കൊടുത്തിരിക്കുകയാണ് പിണറായി. ഇന്ന് തന്നെ പുഷ്പനെയും രക്തസാക്ഷികളെയും മറന്നേരെന്നാണ് താക്കീത്. രവതയോളം നല്ലൊരു DGPയെ നമുക്ക് കിട്ടാനില്ലെന്ന് പറഞ്ഞേരെ എന്നാണ് വിരട്ടൽ.
ഇനി എന്തെങ്കിലും വെളിപ്പെടുത്താനായി കൊതിച്ചിരിക്കുന്ന മനുഷ്യസ്നേഹികൾ സർക്കാർ സർവീസിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക. ക്യൂബ മുകുന്ദനെ പോലെ കഥ കടച്ചിരുന്ന് കണ്ണാടി നോക്കി പ്രതിഷേധിച്ചു കൊള്ളണം. ധാർമ്മികതയും സത്യസന്ധതയും ജനിതക ഗുണമായി കൊണ്ടു നടക്കുന്ന ഒറ്റ ഒരുത്തനെയും പിണറായി വിജയൻ്റെ കേരളത്തിന് ആവശ്യമില്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ. എന്തായാലും മന്ത്രി കുഞ്ഞമ്മ എല്ലാം സിസ്റ്റത്തിൻ്റെ തലയിൽ വെച്ച് തടിയൂരി. സർക്കാർ ആശുപത്രിയിലെ തിരക്ക് അഭിമാനമായി കാണുന്ന കുഞ്ഞമ്മ ഇപ്പോൾ ഓടി നടന്ന് ക്യാപ്സൂൾ സംഘത്തെ കൂട്ടി ഡാറ്റകൾ വാരി വിതറുകയാണ്. ഭാഗ്യം, നമ്മുടെ ടീച്ചറമ്മ ഇപ്പോൾ സ്വസ്ഥമായി ഉറങ്ങുകയാണ് സഖാക്കളെ, ഉറങ്ങുകയാണ്. നന്ദി.